ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ഹൈ പ്രപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സ്വാഗതം. ഞാൻ നിതിൻ. HSA നാച്ചുറൽ സയൻസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ വരും എന്ന പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും. ഡിസംബറിൽ വരുമെന്നാണ് ആദ്യം നമ്മൾ കരുതിയത്. പക്ഷേ നിലവിൽ അതിൻ്റെ സൂചനകളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ 2025 തുടക്ക മാസങ്ങളിലാണ് നമ്മളിനി ഈ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കേണ്ടത്. അടുത്ത വർഷം തന്നെ ഈ നോട്ടിഫിക്കേഷൻ ഇറങ്ങും എന്നത് ഏകദേശം ഉറപ്പാണ്. കാരണം എന്നാൽ മാത്രമേ അതിനനുസരിച്ച് പരീക്ഷകൾ നടത്തി, ഇൻ്റർവ്യൂ നടത്തി, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത വർഷം ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാകുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. പലർക്കും ഒരു ആശങ്കയുണ്ട്, നമ്മുടെ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇനിയൊരു നോട്ടിഫിക്കേഷൻ ഉണ്ടാകുമോ എന്ന്. പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലയനവും മറ്റുമൊക്കെ അത് പ്രാക്ടിക്കലായിട്ട് വരാൻ ഏകദേശം ഒരു 2030 കൂടി എടുക്കും. ആ ഒരു സമയത്തോടു കൂടി മാത്രമേ ഇതൊക്കെ ഒരു പൂർണ്ണമായ ഒരു രീതിയിൽ നടക്കുകയുള്ളൂ. അത് നടക്കുക എന്ന് പറയുന്നതും അത്ര എളുപ്പമല്ല. അതിൻ്റെ അകത്ത് ഒരുപാട് നൂലാമാലകളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കണം. അതത്ര എളുപ്പമല്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഇഷ്ടംപോലെ പ്രൊട്ടസ്റ്റുകൾ വരും. അപ്പോൾ ഇതൊക്കെ ഒന്ന് തീർന്നു കിട്ടാൻ കുറച്ച് സമയമെടുക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയും നാൾ റിക്രൂട്ട്മെൻറ്റ് തടഞ്ഞു വയ്ക്കാനുള്ള സാധ്യത ഒരിക്കലുമില്ല. കാരണം അധ്യാപകരാണ്, അധ്യാപകരെ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. അടുത്ത വർഷം ഇറങ്ങാൻ പോകുന്ന നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ ഇനി ഈ മാസത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ വരുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ അടുത്ത വർഷം തുടക്കം. ഈ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് പഠിക്കാനിരിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ഒരു 4-5 മാസമൊക്കെ ആയിരിക്കും നമുക്ക് ഒരു പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമായിട്ട് ലഭിക്കുന്നത്. ഈ ഒരു 4-5 മാസം മതിയോ എന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ ആലോചിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഒരിക്കലുമില്ല. നാച്ചുറൽ സയൻസ് ആണ്, ബോട്ടണി ഉണ്ട്, സുവോളജി ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു വിഷയം പഠിച്ച ആൾക്കാരായിരിക്കും നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ വിഷയമല്ലാതെ തന്നെ ഉള്ള ഒരു വിഷയം കൂടി ഇതിൻ്റെ അകത്തുണ്ട്, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ആ വിഷയം കൂടെ പഠിച്ചെടുക്കണമെങ്കിൽ നമുക്കൊരു 4-5 മാസം പോരാ. അപ്പോൾ നമ്മൾ ഇന്നേ പഠിച്ചു തുടങ്ങുക, ഇന്ന് തന്നെ ജസ്റ്റ് ഒന്ന് വായിച്ചു തുടങ്ങുക എന്നൊരു തീരുമാനം നിങ്ങൾ എടുക്കണം. റാങ്ക് നേടുക എന്ന ഒറ്റ ലക്ഷ്യം നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. പണ്ടൊക്കെ റാങ്ക് ലിസ്റ്റിൻ്റെ അകത്ത് പേര് വന്നിരുന്നാൽ ജോലി കിട്ടുമെന്ന ഒരു ഉറപ്പുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് അതല്ല അവസ്ഥ. ലിസ്റ്റുകൾ വെട്ടിച്ചുരുക്കുന്നു. ലിസ്റ്റിൽ പേര് വന്നാൽ തന്നെ ജോലി കിട്ടാൻ പ്രയാസം. അപ്പോൾ നമുക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, നമുക്ക് ആദ്യത്തെ റാങ്കുകളിൽ എത്തിയേ പറ്റൂ. ആ റാങ്കുകളിലേക്ക് എങ്ങനെ എത്തണം? മറ്റുള്ള വ്യക്തികൾക്ക് മുകളിലായി നമ്മൾ എങ്ങനെ റാങ്ക് ലിസ്റ്റിൽ വരും? അങ്ങനെ വരണമെങ്കിൽ മറ്റ് ഉദ്യോഗാർത്ഥികൾ ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടി തയ്യാറാകണം. ഒരു ജനറൽ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കും? നോട്ടിഫിക്കേഷൻ വരട്ടെ, എന്നിട്ട് നമുക്ക് തുടങ്ങാം എന്നതാണല്ലോ. നിങ്ങൾക്ക് അത്തരക്കാരിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിൽക്കണമെങ്കിൽ എന്താണ് ചെയ്യാൻ സാധിക്കുക? നമ്മൾ ഇന്നേ തുടങ്ങുക. അപ്പോൾ തന്നെ ഒരു വലിയ വിഭാഗം ഉദ്യോഗാർത്ഥികളെക്കാൾ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇന്ന് തന്നെ ഞാൻ തുടങ്ങുന്നു. ഇന്ന് തന്നെ തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് തന്നെ വലിയൊരു പുസ്തകം എടുത്ത് വെച്ച് പഠിച്ചു തുടങ്ങണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾ ചെയ്യേണ്ടത് സിലബസൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് വായിച്ച് മനസ്സ് ആ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് തയ്യാറെടുത്ത് നിൽക്കുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ യാത്ര ഒന്ന് തുടങ്ങിക്കിട്ടാൻ വേണ്ടി നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് തുടങ്ങാനിരിക്കുന്നവരൊക്കെ അങ്ങോട്ട് പൊക്കോട്ടെ, സാരമില്ല. നമുക്ക് റാങ്ക് നേടാൻ വേണ്ടിയിട്ടുള്ള പഠനമായിരിക്കണം. അതുകൊണ്ട് നമ്മൾ ദേ ഇവിടെ തുടങ്ങുന്നു. നാച്ചുറൽ സയൻസിൻ്റെ സിലബസാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വലിയൊരു സിലബസാണ്. നാച്ചുറൽ സയൻസ് എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
ഇതിൻ്റെ അകത്ത് പാർട്ട് എ ഉണ്ട്, പാർട്ട് ബി ഉണ്ട്. പാർട്ട് എ എന്ന് പറഞ്ഞാൽ ഇത് ജനറൽ വിഷയങ്ങളാണ് ഉൾപ്പെടുന്നത്. പാർട്ട് ബി എന്ന് പറഞ്ഞാൽ അത് സബ്ജക്റ്റാണ് ഉൾപ്പെടുന്നത്, അല്ലേ? സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ സുവോളജി ഉണ്ടാകും, ബോട്ടണി ഉണ്ടാകും. ഈ പാർട്ട് എ എന്ന് പറയുന്നത് 20 മാർക്കിനാണ് ചോദിക്കുന്നത്, 20 മാർക്സ്. പാർട്ട് ബി എന്ന് പറയുന്നത് 80 മാർക്സിനാണ് ചോദിക്കുന്നത്, 80 മാർക്കിനാണ്. ഓക്കെ, അപ്പോൾ 80 മാർക്കും സബ്ജക്റ്റാണ്. സബ്ജക്റ്റിൽ അത്യാവശ്യം ധാരണയുള്ള ആൾക്കാർക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ജനറൽ എന്ന് പറയുന്നത് 20 മാർക്കാണ്. 20 മാർക്കിന് വളരെ പ്രാധാന്യമുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ സബ്ജക്റ്റ് അത്യാവശ്യം അറിയാവുന്ന ആൾക്കാർക്ക് ആ ഏരിയയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചാൽ വലിയൊരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കിട്ടും. ജനറൽ ഭാഗം നമുക്കൊന്ന് നോക്കാം. 3 മൊഡ്യൂളുകളാണുള്ളത്. ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് റിനയസൻസും ഫ്രീഡം മൂവ്മെൻറ്റും, നവോത്ഥാനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ഒന്നാമത്തെ മൊഡ്യൂളിൽ വരിക. രണ്ടാമത്തെ മൊഡ്യൂളിൽ GKയും കറണ്ട് അഫയേഴ്സുമാണ്. കറണ്ട് അഫയേഴ്സൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്. മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് മെത്തഡോളജി ഓഫ് ടീച്ചിങ് സബ്ജക്റ്റ്. നമ്മുടെ BEdനും മറ്റുമൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരു സെക്ഷനാണിത്. അതിൻ്റെ അകത്ത് പെഡഗോജിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മെത്തഡോളജിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട ടാക്സോണമിയും സിഗ്നിഫിക്കൻസും നമ്മുടെ സബ്ജക്റ്റിൻ്റെ പ്രത്യേകതകളും പിയാഷെ, ബ്രൂണർ, ഗാഗ്നെ തുടങ്ങിയ അനേകം ആൾക്കാരും നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്, കേരള കരിക്കുലം ഫ്രെയിംവർക്ക് മുതലായ ഏരിയകളുമൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇവാലുവേഷൻ, CCE, ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ടെസ്റ്റ്, ടീച്ചിങ് സ്കിൽസ്, ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ടീച്ചർ, ഇതെല്ലാം നമ്മൾ ഈ മൂന്നാമത്തെ മൊഡ്യൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ നോക്കൂ, 20 മാർക്കിൽ ഈ മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് 5 മാർക്കിനാണ് ചോദിക്കുന്നത്. ഓക്കെ, റിനൈസൻസ് എന്ന് പറയുന്നതും 5 മാർക്കിനാണ് ചോദിക്കുന്നത്. ഇനി ഈ ജനറൽ നോളജ് എന്ന് പറയുന്ന ഈ സെക്ഷൻ 5 മാർക്കിന് ചോദിക്കും. കറണ്ട് അഫയേഴ്സും 5 മാർക്കിനാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇതെങ്ങനെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. മെത്തഡോളജി എപ്പോഴും 5 മാർക്കിനാണ് സാധാരണ ചോദിക്കുന്നത്. GK, റിനൈസൻസ് ഒക്കെ ചിലപ്പോൾ ചോദ്യങ്ങളുടെ പ്രൊപ്പോർഷനിൽ മാറ്റങ്ങളൊക്കെ വരാം. എന്നാലും നമ്മളൊരു ഏകദേശം ഐഡിയ വേണം. റിനൈസൻസ് ഒക്കെ ഏകദേശം 5 മാർക്കിനാണ് ചോദിക്കുന്നത്. GK അതിൻ്റെ അകത്ത് കോൺസ്റ്റിറ്റ്യൂഷനൊക്കെയാണ് കൂടുതൽ എംഫസിസ് വരുന്നത്, അതും 5 മാർക്ക്. കറണ്ട് അഫയേഴ്സും 5 മാർക്കിന് ചോദ്യം വരും. മെത്തഡോളജിയും 5 മാർക്കിന് ചോദ്യം വരും. ഇതിൽ മെത്തഡോളജിയൊക്കെ 5 മാർക്കിൽ 5ഉം വാങ്ങിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. റിനൈസൻസും 5ൽ 5 മാർക്ക് വാങ്ങിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. GKയും നമുക്ക് ഈസി ആയിട്ട് മാർക്ക് വാങ്ങിക്കാൻ സാധിക്കും. കറണ്ട് അഫയേഴ്സ് വരുമ്പോഴാണ് പലപ്പോഴും നമുക്കൊരു ധാരണയില്ലാത്തത് എന്താണ് പഠിക്കേണ്ടത് എന്ന്. അപ്പോൾ ആ ഒരു 5 മാർക്കിലാണ് നമുക്ക് ആകെ ഒരു ആശങ്ക. നമുക്കൊരു ഉറപ്പില്ലാതെ നമ്മൾ എപ്പോഴും പരീക്ഷകൾക്ക് പോകുന്നത് ആ ഒരു ഏരിയയിലാണ്. ബാക്കി ആ 20 മാർക്കിൽ 15ൻ്റെ അകത്ത് ഒരു 10ന് മുകളിലൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, കറണ്ട് അഫയേഴ്സും കൂടെ നിങ്ങളൊന്ന് തറവാക്കി വയ്ക്കുകയാണ് എങ്കിൽ ആ ഏരിയയും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് പഠിച്ച് മാറ്റിവെക്കാം. ഓക്കെ, ഇനി ഈ പാർട്ട് എ എന്ന് പറയുന്ന ഈ 20 ചോദ്യങ്ങൾ, 20 മാർക്കിൻ്റെ ചോദ്യങ്ങൾ പൂർണ്ണമായും ഇംഗ്ലീഷിലാണ് ചോദിക്കുന്നത്. ഓക്കെ, പൂർണ്ണമായും ഇംഗ്ലീഷിലാണ് ഈ പാർട്ട് എയിലെ 20 ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എന്നാൽ ഇതല്ല നമ്മുടെ പാർട്ട് ബിയിലേക്ക് വരുമ്പോഴുള്ള അവസ്ഥ. പാർട്ട് ബി എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക? പാർട്ട് ബി എന്ന് പറയുമ്പോൾ നമ്മുടെ സബ്ജക്റ്റാണ്. ഇവിടെ 80 മാർക്കിൻ്റെ ചോദ്യങ്ങളും എന്ത് തന്നെ മലയാളത്തിലാണ് ചോദിക്കുന്നത്. അപ്പോൾ പലർക്കും ഒരു സംശയമുണ്ട്, ഈ HSA പരീക്ഷ ഏത് ലാംഗ്വേജിലാണ് നടത്തുന്നത്, ഏത് ലാംഗ്വേജിലാണ് കണ്ടക്ട് ചെയ്യുന്നത്? 100 മാർക്കിൻ്റെ ചോദ്യത്തിൽ പാർട്ട് എ 20 ചോദ്യങ്ങൾ ഇംഗ്ലീഷിലും പാർട്ട് ബി 80 ചോദ്യങ്ങൾ മലയാളത്തിലുമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സിലബസ് ഇംഗ്ലീഷിലാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ പാർട്ട് ബി 80 മാർക്ക് മലയാളത്തിലാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ ഈ മലയാള വാക്കുകൾ പഠിച്ചെടുക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ മുമ്പിലുള്ളൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ നേരത്തെ പഠിക്കാൻ, അല്ലേ? നേരത്തെ പഠിച്ചു തുടങ്ങാൻ. ഇതൊക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. കണ്ടന്റ് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, പക്ഷേ മലയാള വാക്കുകളിലേക്ക് വരുമ്പോൾ ബുദ്ധിമുട്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് ഏകദേശം ഒരു 8 മൊഡ്യൂളുകളാണ് പാർട്ട് ബിയിൽ പഠിക്കാനുള്ളത്. 4 മൊഡ്യൂൾ സുവോളജി, 4 മൊഡ്യൂൾ ബോട്ടണി. നമ്മൾ സാധാരണ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്തും വരുന്നത്, അല്ലേ? അനിമൽ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ
നമ്മുടെ ആദ്യത്തെ മൊഡ്യൂളിൽ വരുന്ന ആദ്യത്തെ ഒരു സെക്ഷനാണ്. പല തരത്തിലുള്ള ആനിമൽസിൻ്റെ ഗ്രൂപ്പുകളും കിങ്ഡങ്ങളും ഫൈലങ്ങളും ഒക്കെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കുന്നത്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഏതാണ്? അതിനുശേഷം നമ്മൾ കാണുന്നത് നമ്മുടെ മൊഡ്യൂൾ 2 ആണ്. അതിൻ്റെ അകത്ത് ഫിസിയോളജി, ബയോകെമിസ്ട്രി, ഡെവലപ്മെൻറ്റൽ ബയോളജി വരുന്നു. അതിൻ്റെ ഫുൾ സിലബസ് ഇതേ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് കാണാം. ഞാൻ ഈച്ച് ആൻഡ് എവറിത്തിങ് എടുത്തെടുത്ത് പറയുന്നില്ല. മൊഡ്യൂൾ 3ലേക്ക് വന്നു കഴിഞ്ഞാൽ സെൽ, മോളിക്കുലാർ ബയോളജി, ജെനറ്റിക്സ്, ബയോടെക്നോളജി, ബയോ ഇൻഫോർമാറ്റിക്സ്. അത്യാവശ്യം നല്ല വെയിറ്റേജിൽ ചോദ്യങ്ങൾ വരുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 3. അപ്പോൾ മൊഡ്യൂൾ 3 ഒക്കെ നമ്മൾ വളരെ തറവായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ അല്ലേ? അതിനുശേഷം മൊഡ്യൂൾ 4 ആണ്. അതിൽ ഇക്കോളജി, ഇത്തോളജി, എവല്യൂഷൻ, ജിയോഗ്രഫി എന്ന് പറയുന്ന സെക്ഷനാണ് മൊഡ്യൂൾ 4ൽ വരുന്നത്. അപ്പോൾ ഈ മൊഡ്യൂൾ 4ഉം കൂടെ ആകുമ്പോഴേക്കും എന്ത് കഴിഞ്ഞിരിക്കുന്നു? നമ്മുടെ സുവോളജി പോർഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് കുറച്ച് കോമൺ ടോപ്പിക്കുകളൊക്കെ ഉണ്ട്, എന്നാലും ആ സുവോളജി പോർഷൻ കഴിഞ്ഞിരിക്കുകയാണ്. മൊഡ്യൂൾ 5ലേക്ക് വന്നാൽ പിന്നെ ബോട്ടണി ആരംഭിക്കുകയാണ്. മൈക്രോബയോളജി, മൈക്കോളജി, ലൈക്കനോളജി, പ്ലാന്റ് പത്തോളജി, ബ്രയോളജി, ടെറിഡോളജി, ജിംനോസ്പേംസ്, പാലിയോ ബോട്ടണി. മൊഡ്യൂൾ 6ലേക്ക് വന്നാൽ മോർഫോളജി, സിസ്റ്റമാറ്റിക്സ്, എക്കണോമിക് ബോട്ടണി, അനാറ്റമി, എംബ്രയോളജി, ക്രോപ്പ് ഇംപ്രൂവ്മെന്റ് തുടങ്ങിയ ഭാഗങ്ങളാണ് വരുന്നത്. മൊഡ്യൂൾ 7ലേക്ക് വന്നാൽ പ്ലാന്റ് ഫിസിയോളജി. HSA പരീക്ഷയിൽ വളരെ പ്രാധാന്യത്തോടുകൂടി ചോദിക്കുന്ന ഒരു സെക്ഷനാണ് പ്ലാന്റ് ഫിസിയോളജി. മെറ്റാബോളിസം ആൻഡ് ബയോകെമിസ്ട്രി, സെൽ ബയോളജി. നോക്കൂ, ഇതൊക്കെയാണ് നമ്മുടെ കോമൺ ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. ജെനറ്റിക്സ് ആൻഡ് മോളിക്കുലാർ ബയോളജി, എവല്യൂഷൻ, ഇതെല്ലാം നമ്മുടെ മൊഡ്യൂൾ 7ലാണ് വരുന്നത്. ഇനി അവസാനത്തെ മൊഡ്യൂൾ 8 ആണ്. അതിൽ എൻവയോൺമെന്റൽ ബയോളജിയാണ് വരുന്നത്. ഇക്കോസിസ്റ്റം, നാച്ചുറൽ റിസോഴ്സസ്, സോഷ്യൽ ഇഷ്യൂസ്, ബയോഡൈവേഴ്സിറ്റി, കൺസർവേഷൻ, ടിഷ്യൂ കൾച്ചർ, ബയോടെക്നോളജി തുടങ്ങിയ സെക്ഷനുകളൊക്കെയാണ് ആ ഏരിയയിൽ വരുന്നത്. അതോടൊപ്പം തന്നെ ബയോ ഇൻഫോർമാറ്റിക്സും ബയോ സ്റ്റാറ്റിസ്റ്റിക്സും വരുന്നുണ്ട്. നോക്കൂ, ഇത്രയുമാണ് നമ്മുടെ നാച്ചുറൽ സയൻസിൻ്റെ HSAയുടെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിലബസ് ഒന്ന് നോക്കുക എന്നതാണ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. അത് നിങ്ങൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഈ സിലബസ് നോക്കി ഇനി ഇതിൻ്റെ അകത്ത് ഏതൊക്കെ ഏരിയകൾ ആദ്യം തുടങ്ങണം, ഏതൊക്കെ മേഖലകൾ ഫോക്കസ് ചെയ്യണം, ഇതൊക്കെയാണ് നമ്മൾ പിന്നീട് ചിന്തിക്കേണ്ടത്. അതെല്ലാം നമുക്ക് വിശദമായിട്ട് മറ്റൊരു ദിവസം ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മുടെ HSA ബാച്ചുമായി ബന്ധപ്പെട്ട് നമ്മളൊരു കോമൺ ടെലഗ്രാം ചാനൽ ആരംഭിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കുകളൊക്കെ സംശയമുണ്ടെങ്കിൽ അവിടെ നമുക്ക് ചർച്ച ചെയ്യാം. ആ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യുക ആ ചാനലിൽ. അവിടെ നമുക്ക് ഈ HSA നാച്ചുറൽ സയൻസ് എന്ന് പറയുന്ന പോസ്റ്റുമായി ബന്ധപ്പെട്ട, പരീക്ഷയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു സോ മച്ച്.